എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സർവീസ് ചെയ്യാൻ പോകുന്നത് വീഡിയോകോൺ സ്പ്ലിറ്റ് AC ഒരു PCB ആണ്. ഈ PCBയുടെ പ്രശ്നം എന്ന് പറയുന്നത് E6 എററാണ്. E6 എററാണ് ഇത് നമ്മളിന്ന് റിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് E6 എറർ? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക. എന്തുകൊണ്ടാണ് E6 എറർ വരുന്നതെന്ന്. E6 എറർ വരാൻ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ കോയിൽ സെൻസർ, റൂം ടെമ്പറേച്ചർ സെൻസർ. ഇതിൽ ഈ രണ്ട് സെൻസറിലും ഒരു പർട്ടിക്കുലർ ടൈമിങ്ങിനുള്ളിൽ വേരിയേഷൻ കറക്റ്റ് അതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ആയില്ലെങ്കിൽ മാത്രമാണ് E6 അല്ലെങ്കിൽ E4 എന്നുള്ള എറർ വരുന്നത്. E4 എറർ വരാൻ വേറൊരു കാര്യം കൂടെയുണ്ട്. നമ്മുടെ AC കൂളിംഗ് സെക്ഷൻ, അതായത് ഇൻഡോറിനകത്ത് വരുന്ന കോയിലിൽ കറക്റ്റായിട്ട് കൂളിംഗ് നടന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഗ്യാസിൻ്റെ കുറവ് കൊണ്ട് കൂളിംഗ് നടന്നില്ലെങ്കിലും ഈ ഒരു എറർ വരാം. പിന്നെ നമ്മുടെ ബ്ലോവർ മോട്ടറിൻ്റെ ആ ലീഫിനകത്ത് പൊടി പിടിച്ചിരുന്നു കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള കൂളിംഗ് ഉണ്ടാവില്ല. ആ കൂളിംഗ് കറക്റ്റായിട്ട് പോവില്ല. അപ്പോഴും E4 എററും E6 എററും വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ടെമ്പറേച്ചർ സെൻസർ വേരിയൻ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ, അതായത് കൂളിംഗ് വന്നിട്ടും ഇതിനകത്ത് യാതൊരുവിധ മാറ്റവും ഇല്ല, അതായത് സെയിം പൊസിഷനിൽ തന്നെ നിൽക്കുകയാണെങ്കിലും ഈ ഒരു E6 എറർ വരാം. ഇപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് ഈ കോയിൽ സെൻസർ ഊരി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് E2 എറർ വരും. അതേ കണക്കിന് റൂം ടെമ്പറേച്ചർ സെൻസർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിലോ അത് ഊരി വിട്ട് കഴിഞ്ഞാലോ E1 എറർ വരും. പിന്നെ ഇതിനകത്ത് വരുന്ന E5 എററാണ്. E5 എറർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്ലോവർ മോട്ടർ കൃത്യമായിട്ട് വർക്ക് ചെയ്തില്ല, അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ E5 എന്നുള്ള എറർ വരും. പക്ഷേ ഇപ്പോൾ ഈ കേസിൽ ഈ ഒരു ബോർഡിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അരമണിക്കൂർ ഇത് ഓടി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും E6 എന്നുള്ള എറർ വരുന്നത്. ഇതേ സെയിമിൽ വേറൊരു ബോർഡും കൂടെ വന്നിട്ടുണ്ട്. അതേ കംപ്ലൈൻറ്റ് തന്നെയാണ് ഈ ബോർഡിലും. ഇതും സെയിം ബോർഡ് തന്നെയാണ്. E6 എന്നുള്ള എറർ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സെൻസർ മാറ്റി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. മോട്ടറെല്ലാം ഓക്കെയാണ്, സെൻസറെല്ലാം ഓക്കെയാണ്, കണക്ഷനും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇതിനകത്ത് കറക്റ്റ് വോൾട്ടേജ് ഡിവൈഡിങ് ചെയ്യുമ്പോഴുള്ള വോൾട്ടേജ് കൃത്യമായിട്ട് വരുന്നുണ്ട്. എന്നിട്ടും അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും E6 എന്നുള്ള എറർ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഈ ബോർഡിനെ സംബന്ധിച്ച് മറ്റുള്ള ബോർഡുകളിലെല്ലാം സെൻസറിൻ്റെ ഒരു സൈഡ് നെഗറ്റീവും ഒരു സൈഡ് സെൻസറിൻ്റെ കണക്ഷനുമായിരിക്കും. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇത് സെൻസറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 5 വോൾട്ടാണ്, മറു സൈഡ് എന്ന് പറയുന്നതാണ് 5 വോൾട്ട്. സെൻസറിൽ കൂടെ കയറി ഇറങ്ങിയിട്ടാണ് നമ്മളെ പ്രോസസ്സറിലോട്ട് പോകുന്നത്. ഇവിടെ ഇതിനെ പുൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് പുൾ ഡൗൺ ചെയ്ത് നെഗറ്റീവ് സൈഡിലോട്ട് ഒരു റെസിസ്റ്റർ, ഒരു 10K റെസിസ്റ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10K റെസിസ്റ്റൻസ് ആണ്. 103 എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതാണ് വരുന്നത്. അപ്പോൾ മറ്റുള്ളതിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ, അതായത് ഇപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 2.5 അല്ലെങ്കിൽ 2.4, 2.7 അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഈ സെൻസറിൻ്റെ നെഗറ്റീവ് ഒരു സൈഡ് നെഗറ്റീവ് ആയിരിക്കുമ്പോഴുള്ള സമയത്ത്, അതായത് ഗ്രൗണ്ട് ആയിരിക്കണം, പക്ഷേ ഇതിൽ പോസിറ്റീവാണ്. ആ സമയത്ത് നമ്മൾ 5Kയുടെ സെൻസർ ഇടണമെന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജ് പിന്നെയും ഇവിടെ കുറയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ വോൾട്ടേജ് ഇപ്പോൾ 2 അല്ലെങ്കിൽ 3 വോൾട്ട് ഉണ്ടെങ്കിൽ അതിന് വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ വാല്യൂ കുറയ്ക്കുകയല്ല, വാല്യൂ കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഈ സെൻസറിൻ്റെ ഒരു സൈഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ കൂട്ടുന്തോറും, സെൻസറിൻ്റെ വാല്യൂ കൂട്ടുന്തോറും ഇവിടുത്തെ വാല്യൂ വോൾട്ടേജ് കുറഞ്ഞു വരും. നേരെ ഈ സെൻസറിൻ്റെ ഒരു സൈഡ് നെഗറ്റീവ് സൈഡിലാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ കുറച്ച് കൊടുക്കണം. അതായത് 10K ആണ് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3K ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് കുറഞ്ഞു ചെയ്യും. ഇതിപ്പോൾ 10Kയുടെ സെൻസറാണ് രണ്ടെണ്ണം വന്നിരിക്കുന്നത്. റൂം ടെമ്പറേച്ചർ സെൻസർ ആയിരുന്നാലും കോയിൽ സെൻസർ ആയിരുന്നാലും 10K ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എത്ര വോൾട്ടേജ് വരണമെന്ന് നോക്കാം. ഈ ഒരു കോയിൽ സെൻസറിൻ്റെ വാല്യൂ അളക്കുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7.2 ആയിരിക്കും. 7.2K ആയിരിക്കും ഇതിൻ്റെ റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് 10Kയിൽ വരുന്ന മാക്സിമം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10K ആയിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ റൂം ടെമ്പറേച്ചറിൻ്റെ ആയാലും കോയിൽ സെൻസറിൻ്റെ ആയിരുന്നാലും മാക്സിമം റെസിസ്റ്റൻസ് 10K ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇതിൽ അളക്കുന്ന സമയത്ത് നമുക്കിതിനകത്ത്
7.2 ആയിരിക്കും കാണുന്നത്. 7.2 ഡിവൈഡിങ് ബൈ 10K. അപ്പോൾ നമുക്കിവിടെ 2.9 വോൾട്ടേജ് വരണം. ഇവിടെ രണ്ടിടത്തും 2.9 വോൾട്ടേജ് വരണം. 10K ബൈ 10K ആണെന്നുണ്ടെങ്കിൽ 2.5 വരും. ഇത് 7.2 ഉള്ളതുകൊണ്ട് 2.9 വോൾട്ട് ഇവിടെ വരണം. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് എടുക്കണം. നമ്മളിപ്പോൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് നോർമലി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു അരമണിക്കൂർ ഇത് ഓടിക്കൊണ്ട് E6 എറർ എന്ന് പറഞ്ഞ് വരും. അത് ഇതിനകത്ത് വേരിയേഷൻ ഒന്നുമില്ല. പക്ഷേ AC-ക്കകത്ത് കൊടുത്തിട്ടും ഈ സെയിം ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്താണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വോൾട്ടേജിൻ്റെ ഡിവിഷൻ കുറച്ച് കൊടുക്കണം. നമുക്കിപ്പോൾ പിന്നെ സിറ്റുവേഷനിൽ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് ഡിവിഷൻ ഇവിടെ 2.9 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് ഒരു 2.4 അല്ലെങ്കിൽ 2.3 ആക്കിയാൽ മാത്രമേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് റണ്ണിങ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ E6 എറർ വരും. പക്ഷേ ഇത് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കോയിൽ സെൻസർ മാറി, റൂം ടെമ്പറേച്ചർ സെൻസർ മാറി, ബ്ലോവർ മോട്ടർ ഓക്കെയാണ്, ഇൻസൈഡ് AC-യുടെ ഇൻഡോറിനകത്തുള്ള എല്ലാ കോയിലുകളും കണ്ടൻസറുകളും നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാം പക്ക ഓക്കെയാണ്. എന്നിട്ടും ഈ ഒരു E6 എറർ വരുന്നെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കോയിൽ സെൻസറിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇതിൽ പവർ കൊടുക്കാം. ഓക്കെ, ഞാനതിൽ പവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൾട്ടിമീറ്റർ എടുക്കാം. മൾട്ടിമീറ്റർ എടുത്തിട്ട് ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡലാക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ പവർ കൊടുക്കുകയാണ്. AC ഓൺ ആയിട്ടുണ്ട്. പവർ ഓൺ ആയിട്ടില്ല. പവർ കൂടെ ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, പവർ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2.9 വരുന്നുണ്ട്. 2.9 എന്ന് പറയുന്നത് 7 ഡിവൈഡഡ് ബൈ 10 വരുന്നതുകൊണ്ടാണ് ഇവിടെ 9 വോൾട്ടേജ് വരുന്നത്. ഈ രണ്ടും 7.9 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് 2.9. അപ്പോൾ ഈ വോൾട്ടേജിൽ നമ്മൾ തണുക്കും തോറും ഇതിൻ്റെ പിന്നെ വാല്യൂ കുറഞ്ഞ് ഇവിടെ ആ വോൾട്ടേജിന് വ്യത്യാസമുണ്ടാകും. ആ വ്യത്യാസം ഒരു പർട്ടിക്കുലർ ടൈമിങ്ങിനുള്ളിൽ നമുക്ക് ഈ ഒരു മൈക്രോ ചിപ്പിന് അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇത് E6 എന്നുള്ള എററിലോട്ട് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് AC ഷട്ട് ഡൗൺ ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വോൾട്ടേജ് നമുക്കിവിടെ ഡ്രോപ്പ് ചെയ്യണം. ഈ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ്, ഈ 10Kയുടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയ്ക്കണം. അത് നമുക്കൊരു 6.8K ആക്കി കൊടുക്കാം. ഞാൻ AC ഇവിടെ ഓഫ് ചെയ്യണം. ഒരു 6.8K റെസിസ്റ്റൻസ് ഉണ്ട്. ഇതിൻ്റെ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കാം. 6.8K. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു റെസിസ്റ്റൻസ് ഇളക്കി മാറ്റിയിട്ട് അപ്പോൾ ഇവിടെ നമ്മുടെ 6.8K റെസിസ്റ്റൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വരുന്ന ആ വോൾട്ടേജിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന് ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പവർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ 2.5 ആയി. നേരത്തെ ഇവിടെ 2.9 ആയിരുന്നു, ഇപ്പോൾ ഇവിടെ 2.5 കിടപ്പുണ്ട്. അപ്പോൾ ഈ 2.5 വരുമ്പോഴത്തേക്കും ആ ഒരു സെൻസിങ് കറക്റ്റ് ആവുകയും അപ്പോൾ ആ പർട്ടിക്കുലർ ടൈമിങ്ങിനുള്ളിൽ തന്നെ മൈക്രോ ചിപ്പ് ആ ഒരു വോൾട്ടേജ് കാര്യങ്ങൾ സെൻസ് ചെയ്തിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോളും. ആ എറർ പിന്നെ ഷോ ആകത്തില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ E6 എററിന് ഇതെല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യം. പല കാരണങ്ങൾ കൊണ്ടും E6 എറർ വരും. അതിൽ 1 by 1 ആയിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ അവസാനത്തെ ഒരു
അവസാനത്തെ ഒരു പ്രോസസ്സ് മാത്രമാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. ഈ 6 എറർ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഈ 6 എറർ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്, എൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.